അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 26-ാം സങ്കീർത്തനം 6-ാം വാക്യവും 7-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും നമുക്ക് വായിക്കാം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഒക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ദാവീദാണ് 26-ാം സങ്കീർത്തനം എഴുതിയത് എന്നതിനാൽ കേട്ട വാക്യങ്ങൾ ദാവീദിൻ്റെ അനുഭവം ആണെന്നതിൽ സംശയിക്കേണ്ടതില്ല. 26-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ താൻ ഒരു ആവശ്യം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ആവശ്യം തനിക്ക് ന്യായം പാലിച്ചു കിട്ടുക എന്നതാണ്. ദൈവത്തിന് താൻ ബോധിച്ച പുരുഷനായാൽ മാത്രമേ ദൈവം തൻ്റെ വിഷയത്തിൽ ഇടപെടുകയുള്ളൂ എന്ന് താൻ ന്യായപ്രമാണത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു എന്ന്. വ്യവസ്ഥകളോട് കൂടിയ വാഗ്ദാനങ്ങളാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. മഴയും വെയിലും ഓക്സിജനും രാത്രിയും പകലും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ ഭൗതിക നന്മകളും സകല മനുഷ്യർക്കും യാതൊരു വ്യവസ്ഥയും കൂടാതെ ദൈവം കൊടുക്കാറുണ്ട്. ദൈവത്തോട് നാം അനുസരണക്കേട് കാണിച്ചാൽ ദൈവാത്മാവ് നമ്മെ വിട്ടു പോകും. ആൾപ്പാർപ്പില്ലാത്ത വീടുകളിൽ ഇടജാതികളും ക്ഷുദ്രജീവികളും നിറയുന്നത് പോലെ ദൈവാത്മാവില്ലാത്ത ഹൃദയങ്ങളിൽ ദുരാത്മാവ് ഇരച്ചു കയറുന്നു. ദുരാത്മാക്കളാണ് ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന സകല നന്മകളും തടഞ്ഞു വയ്ക്കുന്നത്. ചില വ്യക്തികൾ ചിന്തിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം ദൈവമാണ് എന്നാണ്. ദൈവം അപ്രകാരം ചിന്തിക്കുന്ന തൻ്റെ മക്കളോട് ബൈബിളിൽ കൂടി സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: അവർ നിന്നെ ഞെരുക്കുന്നത് എൻ്റെ ഹിതപ്രകാരമല്ല, നിന്നെ ഞെരുക്കുന്നവൻ്റെ മാംസം ഞാൻ തീറ്റിക്കും. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പരാജയങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റുള്ളവരിൽ നിന്നും ന്യായം കിട്ടാതെ വരുമ്പോൾ, കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധി വിധിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കണം. അവനാണ് നമ്മുടെ നല്ല സ്നേഹിതനും വീണ്ടെടുപ്പുകാരനും. അവൻ നമുക്ക് ന്യായം നടത്തി തരും നിശ്ചയം. നമ്മുടെ വശത്തു നിന്നും നാം ചെയ്യേണ്ടതൊന്നു മാത്രം: കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും കുറ്റമില്ലായ്മയിൽ നമ്മുടെ കൈ കഴുകുകയും ചെയ്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കുന്നവരാണ് എന്ന് ഉറപ്പ് വരുത്തി ജീവിക്കുക എന്നതാണത്. ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ അകൃത്യം കരുതാതെയും അശുദ്ധ ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാതെയും ആർക്കെതിരെയും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കാതെയും സൂക്ഷിക്കുന്ന ഹൃദയമാണ് നിഷ്കളങ്ക ഹൃദയം. നമുക്ക് നിഷ്കളങ്കതയോടെ നടക്കുവാൻ പ്രയാസം ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് നിഷ്കളങ്കതയോടെ നടക്കുവാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠകരവും ദൈവം പ്രസാദിക്കുന്ന കാര്യവുമാണ്. അത്രമാത്രം അതിന് ബുദ്ധിമുട്ടുണ്ട്. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. 101-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ് നാം കേട്ടത്. യഹോവ ന്യായം പാലിച്ചു തരുവാൻ അവനിൽ തന്നെ നാം ആശ്രയിക്കണം. ആശ്രയിക്കുക എന്നാൽ വെയിറ്റ് പേഷ്യൻ്റ്ലി എന്നാണ് അർത്ഥം. ക്ഷമയോടെ ദൈവത്തിനു വേണ്ടി അവൻ പ്രവർത്തിക്കുവോളം കാത്തിരിക്കുക എന്ന് സാരം. തന്നെയുമല്ല, ദൈവത്തിൻ്റെ സത്യത്തിൽ നാം നടക്കണം. ദൈവം മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. തനിക്ക് ബോധിച്ച പുരുഷനായ ദാവീദ് തെറ്റ് ചെയ്താൽ അവനെയും, തന്നോട് പാപം ചെയ്ത ശൗൽ തെറ്റ് ചെയ്താൽ അവനെയും അടിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. വ്യർത്ഥന്മാരോട് കൂടെ ഇരിക്കുകയോ കപടക്കാരുടെ അടുക്കൽ ചെല്ലുകയോ ചെയ്യുവാൻ പാടില്ല. വ്യർത്ഥകാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്ന വ്യക്തികൾക്ക് സമയം പോകുവാനായി അനേകം തെറ്റുകളിൽ അവർ ചെന്ന് ചാടുന്നു. നാം ആ വ്യക്തികളോടൊപ്പം ഇരുന്നാൽ നാമും അവരെ പോലെ ചതിയനും വഞ്ചകനും തട്ടിപ്പുകാരനുമായി തീരും. കപടക്കാർ എന്നാൽ ആത്മവഞ്ചകൻ എന്നാണ് അർത്ഥം. വഞ്ചകന്മാരുടെ അടുക്കൽ ചെന്നാൽ നാം വഞ്ചിക്കപ്പെടും. നാമും ആത്മവഞ്ചകന്മാരായി തീരും. ദൈവം വെറുക്കുന്ന പാപങ്ങളാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. നിത്യനരകത്തിലേക്ക് അവർ നമ്മെ കൊണ്ടുപോകുവാൻ ഇത് ഇടവരുത്തും.
നാം കേട്ട പാപകാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് കുറ്റമില്ലായ്മയിൽ നമ്മുടെ കൈ കഴുകിയാൽ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രസ്വരം കേൾപ്പിക്കുവാനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാനും സാധിക്കും. ഒന്നുകിൽ വിശുദ്ധരായി ജീവിച്ച് മരിച്ച് ദൈവസന്നിധിയിൽ തേജസ്സുള്ള ശരീരത്തോടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ആരാധിക്കും. അതല്ല എങ്കിൽ പാപം ചെയ്ത് നിത്യശിക്ഷാവിധിയിൽപ്പെട്ട് ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ യുഗായുഗങ്ങൾ സാത്താനോടൊപ്പം കരയുകയും പല്ല് കടിക്കുകയും ചെയ്യേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം നരകത്തിൽ കിടന്ന് കരയുവാനോ പല്ല് കടിക്കുവാനോ വരാതിരിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞത്. നമ്മെ ദൈവമക്കളാക്കുവാനാണ് യേശു തൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നത്. നാം യേശു ക്രിസ്തുവിൻ്റെ യാഗമരണം അംഗീകരിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യേശു നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുകയും നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യും. നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ യേശു തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെ വെറുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നാം ബൈബിൾ വായിക്കുമ്പോൾ ശരിയായ അർത്ഥം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. സത്യവും വ്യാജവും തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി തരും. സാത്താൻ്റെയും സാത്താൻ്റെ സ്വഭാവമുള്ളവരുടെയും കെണിയിൽ നിന്നും സകല വഞ്ചനകളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷിക്കും. തെറ്റായ ഉപദേശം തരുന്നവരെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഓർക്കുക, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മെയും ഉയർപ്പിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല എന്ന് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് ക്രിസ്തുവിനുള്ളവർ ആകാം, അല്ലെങ്കിൽ നമുക്ക് എതിർ ക്രിസ്തുവിനെ ഉള്ളവർ ആകുവാൻ കഴിയും. ക്രിസ്തു യഹോവയാ ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കണം. എതിർ ക്രിസ്തു സാത്താനാണെന്നും നാം തിരിച്ചറിയണം. ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ നാം ക്രിസ്തുവിനുള്ളവരാകും. പാപം ചെയ്ത് ജീവിച്ചാൽ നാം സാത്താനുള്ളവരാകുമെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. തെറ്റായ ഉപദേശം കൊടുക്കുവാനോ തെറ്റായ ഉപദേശം സ്വീകരിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. സർപ്പം ഹവ്വായെ ദൈവകൽപ്പന തെറ്റായി പഠിപ്പിച്ചപ്പോൾ അവൾ അത് വിശ്വസിക്കുകയും സാത്താൻ്റെ അടിമയായി തീരുകയും ചെയ്തു. സാത്താൻ ആ പ്രവൃത്തി ഇന്നും അനേകരിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുകയും സത്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കുകയും സത്യവചനം യഥാർത്ഥമായി പഠിക്കുകയും സത്യവചനം യഥാർത്ഥമായി അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അങ്ങ് അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് കർത്താവെ ജ്യോതിഷികളെപ്പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. പാപത്തെ വെറുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയാണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.